ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തമിഴ്നാട് സ്വദേശികളായ ഡി മണി, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം വിട്ടയച്ചു. തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. 6 അനന്തശേഷം വിവരങ്ങൾ വേണ്ട അനന്തൻ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ്. ഇപ്പോൾ അവരെ വിട്ടയച്ചിരിക്കുന്നു. അതായത് ഈ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നതാണോ അതോ വീണ്ടും ചോദ്യം ചെയ്യലിനുള്ള സാഹചര്യമാണോ? അനന്തൻ, ദിവിഷ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പകൽ മുഴുവൻ ചോദ്യം ചെയ്ത ശേഷം ഡിണ്ടിഗലിൽ നിന്നെത്തിയ മണിയെയും കൂട്ടുകാരെയും ഇപ്പോൾ പോകാൻ അനുവദിച്ചിരിക്കുന്നു SIT ഉദ്യോഗസ്ഥർ. അവർ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ പുറത്തേക്കിറങ്ങി സ്വന്തം വാഹനങ്ങളിൽ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇനി തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയാണോ അതോ ഇനി ഒരിക്കൽ കൂടി ഹാജരാകാനുള്ള നിർദ്ദേശമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് സംബന്ധിച്ചിപ്പോൾ അല്പസമയത്തിനകം വിവരം ലഭിക്കും. നിലവിൽ ഡി മണി എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ഡിണ്ടിഗൽ സ്വദേശി MS മണി എന്ന സുബ്രഹ്മണിയും അയാളുടെ കൂട്ടുകാരൻ നാഗരാജും മറ്റൊരു സഹായി ശ്രീകൃഷ്ണനുമാണ് ഇന്ന് SITക്ക് മുൻപാകെ ഹാജരായത്. തിരുവനന്തപുരത്തെത്തി ഈഞ്ചക്കൽ ഓഫീസിലാണ് അവർ എത്തിയത്. ഇന്ന് പകൽ മുഴുവൻ അവിടെ ചോദ്യം ചെയ്യുകയായിരുന്നു. SITയിലെ 2 SP മാരടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് അവരെ ചോദ്യം ചെയ്തത്. ഇടയ്ക്ക് ADGP H വെങ്കടേഷും ആ ചോദ്യം ചെയ്യലിൽ പങ്കുചേർന്നിരുന്നു. ഇപ്പോൾ അവർക്ക് പോകാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇവർക്ക് നേരിട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാകണം അവരെ ഇപ്പോൾ പോകാൻ അനുവദിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കസ്റ്റഡിയും അറസ്റ്റുമൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ നിലവിൽ അവർക്ക് പോകാനുള്ള അനുമതി ലഭിച്ചപ്പോൾ അവർക്ക് നേരിട്ട് ഇതിൽ ബന്ധമില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിദേശ വ്യവസായിയും നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡി മണി എന്ന പേരിലേക്കും ഡിണ്ടിഗലിലെ മണിയെ കണ്ട അന്വേഷണം ആ മണിയെ കേന്ദ്രീകരിച്ച് നടക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഡിണ്ടിഗലിലെത്തി MS മണിയെ നേരിട്ട് കണ്ട് മൊഴിയെടുത്തിരുന്നു. അവിടെ ചില സംശയങ്ങൾ പിന്നീട് അവശേഷിച്ചതുകൊണ്ടാണ് മണിയോടും സംഘത്തോടും തിരുവനന്തപുരത്തേക്ക് വരാനുള്ള നിർദ്ദേശം നൽകിയത്. ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് അനന്തകൃഷ്ണൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. 10:30 ശേഷം ആരംഭിച്ചതാണ് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SITയുടെ പ്രത്യേക കേന്ദ്രത്തിൽ ഈ ചോദ്യം ചെയ്യൽ. അതായത് ഡി മണി, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അവരെ വിട്ടയച്ചിരിക്കുകയാണ്. അനന്തൻ, ഇവരെ പുറത്തിറങ്ങിയ ശേഷം എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറായോ? ഇനിയും വീണ്ടും ഹാജരാകാൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? ദിവിഷ്, ഇവർ പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് ഒരു പ്രതികരണവും നടത്തിയില്ല. മാത്രമല്ല, വാഹനത്തിൻ്റെ ഗ്ലാസ്സൊക്കെ ഇട്ട് അകത്തുനിന്ന് തന്നെ ഇവർ പുറത്തേക്ക് പോവുകയായിരുന്നു. നമ്മൾ ഈ ഡി മണിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ, എന്താണ് ചോദ്യം ചെയ്യലിൻ്റെ അവസാനം ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. പക്ഷേ അയാൾ ഒരു പ്രതികരണത്തിനും തയ്യാറായില്ല. ഇപ്പോൾ ഈഞ്ചക്കലിൽ നിന്ന് അവർ മടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണോ അതല്ല ഇനി ഒരിക്കൽ കൂടി നാളെ കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഏതായാലും നിലവിൽ ഇന്ന് അവർക്ക് പോകാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലൊരു തെളിവ് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നൽകിയ വിവരമനുസരിച്ച് ഡി മണി വഴി ശബരിമലയിലെ ഉരുപ്പടികൾ രമേശ് ചെന്നിത്തല നൽകിയൊരു വിവരവും അദ്ദേഹത്തിനോട് ഒരു വ്യവസായി പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ വെച്ചാണ് ഇവരിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. പക്ഷേ ആ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അവരെ വിട്ടയക്കുന്നുവെന്ന് ഒരുപക്ഷെ ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് എന്താണ് അടുത്ത നടപടികൾ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അവരെ വിട്ടയച്ചു എന്നതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അവർ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയാണോ എന്നതിലും വ്യക്തത വന്നിട്ടില്ല. 6 അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.